ഹലോ ഫ്രണ്ട്സ്, പ്രേതങ്ങളുടെ വിഹാര കേന്ദ്രമെന്ന് കുപ്രസിദ്ധി ആർജിച്ച സ്ഥലം. അതെ, കേരളത്തിലെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് എന്നറിയപ്പെടുന്ന 25GB പ്രേത ബംഗ്ലാവിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇവിടേക്ക് കടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ ചെക്ക് പോസ്റ്റിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാർഡ് തീരുന്നിടത്ത് ബോണക്കാട് എസ്റ്റേറ്റ് തുടങ്ങുന്നു. പിന്നെ ഉള്ളത് സാധാരണ കാറുകൾക്ക് അത്ര ഫ്രണ്ട്ലി ആയ റോഡല്ല, എക്സ്യൂ ആയിരിക്കും നല്ലത്. പക്ഷേ നടക്കുന്നതാണ് ത്രില്ലിംഗ്. പോകുന്ന വഴിയിൽ സായിപ്പിന്റെ കാലത്തുണ്ടായിരുന്ന ലയങ്ങളുടെ ശേഷിപ്പുകൾ കാണാം. ഈ കിണറിൽ എവിടെ നിന്നാണെന്നറിയില്ല, വെള്ളം വന്ന് വീണുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അത് നിറയുന്നതുമില്ല. എന്തായിരിക്കും? അങ്ങനെ നമ്മളിതാ ഒടുവിൽ ഗോസ്റ്റ് ബംഗ്ലാവിന്റെ മുന്നിലെത്തിയിരിക്കുന്നു. പഴകി തുരുമ്പിച്ച ഒരു ഗേറ്റും ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടവും കാണാം. ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട സായിപ്പിന്റെ 13-കാരിയായ മകളുടെ പ്രേതം ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. രാത്രിയിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ബംഗ്ലാവിൽ ലൈറ്റുകൾ തെളിയുമെന്നും രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നും പറയപ്പെടുന്നു. ഭയപ്പെടുത്തുന്ന നിശബ്ദതയാണ് ഇവിടെയെങ്കിലും ബംഗ്ലാവിന് ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകളിൽ ഭയം മാഞ്ഞു പോകും. 1951 പണിഞ്ഞ ഈ കെട്ടിടം ഇപ്പോൾ ചില ആന്റി സോഷ്യൽ പ്രേതങ്ങളുടെ കയ്യിലാണെന്ന് എനിക്ക് തോന്നിയതായിരിക്കുന്നു. ഇനി എന്തായാലും ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല. കാട്ടിൽ ഇരുൾ വീണു തുടങ്ങി. കാടിൻ്റെ മക്കളും ആക്റ്റീവ് ആവുന്ന സമയമാണ്. പോയേക്കാം. അങ്ങനെ നമ്മൾ ഗോസ്റ്റ് ബംഗ്ലാവിൽ നിന്നും പ്രേതങ്ങൾ വരുന്നതിന് മുമ്പേ കാട് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി ഉടനെ തന്നെ വീണ്ടും കാണാം. ട്രിപ്പാൻഡൈനിൽ ബൈ.